നമ്മള് മലേഷ്യ ഇറങ്ങി രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 5:30 മലേഷ്യ ഇറങ്ങി. ഇങ്ങനെ വരുന്നവർ ശ്രദ്ധിക്കുക, ഇന്ത്യൻ കറൻസി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. കാരണം ഇന്ത്യൻ കറൻസി ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒത്തിരി പെട്ടുപോയി. അവസാനം ഒരു ഫാമിലിയെ പരിചയപ്പെട്ടവരാണ് എനിക്ക് കറൻസി വന്ന് എക്സ്ചേഞ്ച് ചെയ്തു. എയർപോർട്ടിൽ റേറ്റ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഒരു പാക്കേജ് എടുത്തിട്ട്, അതായത് ഒരു ഇവിടുത്തെ ഒരു 650 ഇവിടുത്തെ റിംഗീസിന്റെ ഒരു പാക്കേജ് എടുത്തിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ കറങ്ങിറങ്ങിയേക്കാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് പാക്കേജിൽ വന്ന ഡ്രൈവറാണ്. പേര് വിൻസെന്റ് റാവു. ആള് ഗ്ലാസ്സിലായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ചെറിയ മഴയുണ്ട് ഇവിടെ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഇതിപ്പം നമ്മളിപ്പം 60 കിലോമീറ്റേഴ്സ് എങ്കിലിരുന്ന് എയർപോർട്ടിലിരുന്ന് കൊലാലംപൂർ ടൗണിലേക്ക്, സിറ്റിയിലേക്ക് 60 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 1.5 മണി നേരം അല്ലേ. ഇവർക്ക് നല്ല തമിഴ് നല്ലോണം അറിയാം. അപ്പോൾ നമുക്ക് തമിഴ് സംസാരിക്കാൻ കുഴപ്പമില്ല. മോസ്റ്റ്ലി ഇങ്ങനെ എല്ലാവർക്കും തമിഴ് തരുമോ? സിംഗപ്പൂർ, മലേഷ്യ എല്ലാമേ തമിഴ് തരുമോ അല്ലേ? ഇവരിവിടെ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന ആളാണ് കേട്ടോ. ഇവിടുത്തെ ഡ്രൈവിംഗ് സിസ്റ്റം ഒക്കെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പക്ഷേ ഇച്ചിരി നമ്മുടെ ഇന്ത്യൻസിന് அந்த லைசன்ஸ் எடுத்து இங்க ஓட்ட முடியாது இல்ல, ஆஸ்திரேலியா மாதிரி ஓட்ட முடியாது. ஆஸ்திரேலியா மாதிரி ஓட்ட முடியாது. இங்க மலேசியால நம்ம தனியா ஒரு லைசன்ஸ் எடுக்கணும். ஓ விசிட்டிங் வச்சுக்கு வந்தாலும் ஓட்ட முடியாது, அந்த மாதிரி வந்தாலும் ஓட்ட முடியாது. ഇന്റർനാഷണൽ ലൈസൻസ് இருந்தா தான் ஓட்ட முடியும். ഇന്റർനാഷണൽ ഓട്ട முடியும். അപ്പോൾ നമ്മുടെ ഇവിടെ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് PR കിട്ടുന്നവരെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റില്ല. കാര്യം റൈറ്റ് ഹാൻഡ് ആണെങ്കിലും ഓടിക്കാൻ പറ്റില്ല. ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഇവിടെ. അതല്ലെങ്കിൽ ഇവിടെ വന്ന് സ്വന്തം ലൈസൻസ് നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് ഇന്ത്യൻസിന് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ എന്താ പറയുക, കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിസ ഫ്രീ ആണ്, വിസ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് ഇമിഗ്രേഷനിൽ പോയി ഒരു എക്സിറ്റ് പാസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, വിസിറ്റ് പാസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റും. ക്യാഷിൻ്റെ കാര്യം മറക്കണ്ട. ക്യാഷ് എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും കറൻസി മാറ്റിയേ വരാവുള്ളൂ. കാരണം ഇവിടെ വന്ന് മാറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലൊക്കെ റേറ്റ് വളരെ കുറവേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി കുറച്ച് സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു 6:30 വരേക്കും അല്ലേ, 6:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന മാതിരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഭക്ഷണം കഴിക്കാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ എടുത്തിട്ടാണ് ഇപ്പോഴൊക്കെ ഞാൻ കൊടുത്തത്. അപ്പം 9:30 എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഓസ്ട്രേലിയയിലേക്ക്. അപ്പോൾ അതുവരെ സമയമുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ പോയി നോക്കാം. உங்களை நான் பார்த்துருக்கேன் வீடியோவில், வீரப்பன் வீடியோ உங்களை மீட் பண்ணியிருக்கேன், பார்த்துருக்குறேன். நான் ரொம்ப அந்த 960 அது ரொம்ப பார்ப்பேன். அந்த பயணங்களோட கலைக்கிறதெல்லாம் பார்ப்பேன். நிறைய ரெகுலேஜ் பார்ப்பேன். மலையாளம், ஆமா மலையாளத்தில் பார்ப்பேன், தெலுங்குல இருக்கு. ஆனால் ரொம்ப அவங்களை சப்போர்ட் பண்ணுவோம், உங்களை எல்லாம் சப்போர்ட் பண்ணுவோம். താങ്ക് യു. അപ്പോൾ ആള് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. വീരപ്പന്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്, എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നോട്. ഇപ്പം മൺസൂൺ സമയം എല്ലാ സീസൺ മഴ ഇരിക്കും. அப்போ எல்லா சீசன், இப்போ எல்லாம் சீசன், ஆகஸ்ட் வரைக்கும் சீசன். இங்க ஹில்ஸ் ஏதாவது இருக்காங்களா? ஹில்ஸ் மலை மாதிரி இருக்கு. அதெல்லாம் ஊட்டி மாதிரி இருக்கும். அந்த ஊர் இருக்கு, கென்டிங் ஹைலண்ட் ஒரு ஊர் இருக்கு. அதுவும் டிகிரி 70, 18 அந்த மாதிரி വന്നിരും അല്ലേ. ഇതിപ്പോ നമ്മളിത് ജസ്റ്റ് മാറിയപ്പോ തന്നെ മഴ മാറി വെയിലായിട്ടോ. ഇങ്ങോട്ട് മഴ പെയ്തിട്ടേ ഇല്ല അല്ലേ. നമ്മുടെ നാട് പോലെ തന്നെയാണ് സ്ഥലങ്ങളൊക്കെ, നൈസാണ്. ഇന്നോവ, ഇത് വണ്ടി ഇന്നോവയില്ല, ഇന്നോവയോ? നോ ടൊയോട്ട ஹரியல். ஓகே, நம்ம இந்தியாவில் இல்லை வண்டி. ஜப்பான் இந்த ஒரு வண்டி இருக்கு நிறைய, ஆனா நம்ம பாய்க்கிறது ടൊയോട്ട ഹേരിയൽ. ഓക്കെ, ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കറുപ്പാണ് നമ്പർ പ്ലേറ്റ് വരിക. ബ്ലാക്കിൽ നമ്മുടെ പഴയ പ്രൈവറ്റ് രജിസ്റ്റർ ഉണ്ടല്ലോ, ബ്ലാക്കിൽ വൈറ്റ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. സെയിം ആണ് ഇപ്പം ഇവിടെ ഫോളോ ചെയ്യുന്നത്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സാണ് വരുന്നത്. 3 ലെറ്റർ VJK 959 അങ്ങനെയൊക്കെ നമ്പറൊക്കെ വരുന്നത്. 3 ലെറ്ററും നമ്പറും ഉണ്ടാവും. ടോളുണ്ട് ഇവിടെ. ടോള് ഇപ്പൊ 2ാമത്തെ ടോളാണ് കേട്ടോ. ഇവിടെ കാർഡും ഉണ്ട്. ഇതൊരു കാർഡുണ്ട്. കാർഡല്ലാതെ തന്നെ ഫാസ്ടാഗും ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ ഫാസ്ടാഗും ഉണ്ട്. ഇതിപ്പോ ഈ കാർഡ് വന്നിട്ട് നേരെ വരുന്നു, ഇതാ അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവും, നേരെ പോകുന്നു. ഇത് കമ്പനി കാർഡാണ്. ഈ വണ്ടി കമ്പനി എയർപോർട്ടിന്റെ വണ്ടി ആയതുകൊണ്ടാണ് ഇവർ ഈ എയർപോർട്ടിന്റെ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫാസ്ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ആളുടെ പ്രൈവറ്റ് വണ്ടികളിലെല്ലാം ഫാസ്ടാഗ് തന്നെയാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഏകദേശം ഇന്ത്യയും മലേഷ്യയൊക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റങ്ങളും റോഡുകളും ഭൂപ്രകൃതി ആണെങ്കിലും കാണാനൊക്കെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അമ്പലങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ദൈവങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ ദൈവങ്ങൾ. അപ്പോൾ ആ ഒരു ഇന്ത്യയായിട്ടുള്ളൊരു സാമ്യം എപ്പോഴും കാണാൻ പറ്റും.